എനിക്കിതിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, പ്ലീസ് എന്നെ ഒന്നും ഒഴിവാക്കി തന്നേക്ക്. ഇങ്ങനൊരു പെണ്ണ് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാര്യ ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എത്രയും വേഗം അവളുടെ വഴിക്ക് വിട്ടേക്കുക. പിന്നെ അതിൻ്റെ പേരിൽ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി നീ അവളെ വക വരുത്താനോ കൊല്ലാനോ അടിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ നിനക്ക് വേറെ കേസ് വരും. ഓക്കെ, അതിന് വകുപ്പ് ഇവിടെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്, നീ വായിച്ചു നോക്കുക. ഏതെങ്കിലും രീതിയിൽ അവളെ നീ ഉപദ്രവിക്കുകയാണെങ്കിൽ, കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും ലോക്കായി പോകും. വെറുതെ നിൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്താതെ അവളുടെ വഴിക്ക് വിട്ടേക്കുക. അവൾക്ക് വേറെ ലവറുണ്ടായിരിക്കാം, റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അത് അവളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ അവൾ നിൻ്റെ ഭാര്യയാണെങ്കിൽ നീ അവളുടെ കയ്യിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവൾ നിന്നിൽ അൺസാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് അവൾ നിന്നെ വേണ്ട എന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ അടുത്ത വിധി പറഞ്ഞ കേസില്ലേ, ഗ്രീഷ്മ ഷാരൂൺ കേസ്. അതിൽ ഗ്രീഷ്മക്കെതിരെ 4 വകുപ്പുകളാണ് ചുമത്തിയത്. പക്ഷെ എന്തായാലും അവൾ റിക്വസ്റ്റ് കൊടുത്തതാണ് ഷാരോണിന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം, റിക്വസ്റ്റ് കൊടുത്തതാണ്. റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടും ഷാരോൺ അത് അനുസരിക്കാതെ അവൾ ഒഴിവാക്കാതെ ഞാൻ നിന്നെ ഒഴിവാക്കില്ല എന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ ഗ്രീഷ്മ തിരഞ്ഞെടുത്ത വഴിയാണ് അവനെ തീർക്കാം. ഓക്കെ, അതുകൊണ്ട് അവൻ്റെ ജീവിതം അവന് പോയി. അപ്പോൾ എന്തായാലും ഇതിനൊന്നും നിൽക്കണ്ട. അവൾക്ക് അവളുടെ മനസ്സിൽ പിന്നെ നീ ഇല്ല. റിക്വസ്റ്റ് നിനക്ക് റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ അവളുടെ മനസ്സിനൊക്കെ സ്ഥാനമില്ല. മനസ്സിൻ്റെ പൊരുത്തം അതില്ലെങ്കിൽ ജീവിതം സുഖകരമാവില്ല. മനസ്സിലാവുണ്ടോ? മനസ്സിലാവണ്ടോ നിനക്ക്? അപ്പോൾ അവളുടെ വഴിക്ക് വിട്ടേക്കുക. അവൾ ആര് വേണം സ്നേഹിച്ചോട്ടെ, ആര് വേണം നടന്നോട്ടെ, അത് അവളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിനക്ക് ആരെ സ്നേഹിക്കണം, ആരെ കൂടെ ജീവിക്കണം, നിനക്ക് നിൻ്റെ തീരുമാനമെടുക്കാനുള്ള അവകാശം നിൽക്കുന്നുണ്ട്. അതേപോലെ അവൾക്കും ഉണ്ട്. ഇപ്പോൾ നിൻ്റെ കൂടെ അവൾ അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവൾ വേറൊരാളെ കൂടെ ഇഷ്ടപ്പെട്ട് പോകും. നിന്നേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ്റെ കൂടെ അവൾ പോകും. അത് അവളുടെ ഇഷ്ടമാണ്. അവളുടെ അവകാശത്തിൽ നിനക്ക് അടിച്ചമർത്താനുള്ള അവകാശം നിനക്കില്ല. കാര്യം നിൻ്റെ ഭാര്യ ആയിരിക്കാം, നിൻ്റെ ലവറായിരിക്കാം, അത് വില പോകില്ല. അവൾ ഏതെങ്കിലും രീതിയിൽ ലീഗലായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സ്പാർക്ക് മതി. ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ അടിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിലും എന്തിനാണെങ്കിലും ഓരോന്നും അതിൻ്റേതായിട്ടുള്ള കേസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നീ വായിച്ചിട്ട്, മലയാളത്തിലാണ് ഞാൻ കൊടുക്കുന്നത്, അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനമെടുത്തോ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് എനിക്ക് തമാശയായിട്ട് തോന്നും. പിന്നെ ഒന്നും കൂടി ഈ വീഡിയോ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും അതിൻ്റെ സീരിയസ്നെസ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ അവിടെ കണ്ട് ഒഴിവാക്കിയേക്കാം. ഓക്കെ, അവളുടെ വഴിക്ക് വിട്ടേക്കുക. അതാണ് നിനക്കും നിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അവളെ പിന്നെ കൊല്ലാനോ ഏതെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് എന്തെങ്കിലും ആക്കാനോ, പിന്നെ അവിടെ ലവറും കാര്യങ്ങൾ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യാനൊന്നും നിൽക്കണ്ട. എന്തായാലും നീ പെടും. മനസ്സിലാവുന്നുണ്ടോ? അവൾ ആഗ്രഹിച്ച കാര്യം നിന്നിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് അവൾ കിട്ടുന്ന അടുത്ത് പോകുന്നത്. മനസ്സിലായില്ലേ? എനിവേ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി പറയാനുണ്ട്, പക്ഷേ ഇതിൽ ഞാൻ നിർത്തുകയാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.